ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററായ യുണൈറ്റഡ് വി സ്റ്റാൻഡിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളാണ്. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ മുമ്പുള്ള പ്രവർത്തനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റിലേക്കുള്ള ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്കുള്ള പ്രവർത്തനങ്ങളാണ്. വർക്ക്ഷീറ്റ് നമ്പർ 38 ആണ് നമ്മൾ നോക്കുന്നത്. കണക്ട് ഈച്ച് നമ്പർ ടു ഡബിൾ ദ നമ്പർ. അപ്പോൾ ഇതിൻ്റെ 18 ആണ് കൊടുത്തെങ്കിൽ 18ൻ്റെ ഡബിളായ നമ്പർ ഏതാണോ അതിലേക്ക് നമ്മളത് മാച്ച് ചെയ്ത് കൊടുക്കണം. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഇതിൽ 18 ഇവിടെ ചെയ്തിട്ടാണ് തന്നത്. 18 36 എങ്ങനെയാണ് ആയിന്ന് നമ്മൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ 27 ആണ് ഇവിടെ തന്നത്. അപ്പോൾ 27 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 27 ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 2 27 ആണ് അല്ലേ. അപ്പോൾ 27 + 27 എന്ന് പറഞ്ഞാൽ 20 + 7 + 20 + 7. അപ്പോൾ 20യും 20 എന്താവും? 40 ആണല്ലേ. അങ്ങനെ 47 + 7 എന്താണ്? 54 ആണ്. അതേമാതിരി 36 ചെയ്ത് നോക്കാം, 47 ചെയ്ത് നോക്കാം, 40 ചെയ്ത് നോക്കാം. 40 നമുക്ക് എളുപ്പമായിരിക്കും, മക്കൾക്ക് വേഗം മനസ്സിലാവും. 40 + 40 അവർ 4 4 8 ആണെന്ന് പഠിച്ചതല്ലേ. അപ്പോൾ 40 + 40 80 ആണെന്ന് വേഗം മനസ്സിലാവും. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ എഴുതി നോക്കുക, നോട്ടിൽ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ അതിനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പം നേരെ അറിയുന്നത് പോലെ വരച്ച് വെക്കരുത്. നോട്ടിൽ വർക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഈ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആഡ് ചെയ്ത് മക്കൾ പഠിച്ച് പിന്നെ ആ ഒരു രീതിയിൽ പഠിച്ചു കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം മാത്സിന് വർക്ക് ചെയ്ത് മാക്സിമം നമ്മൾ നോട്ടിൽ ചെയ്തിട്ട് മാത്രം ടെക്സ്റ്റിലേക്ക് അടയാളപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് പാറ്റേൺസ് തന്നിട്ടുണ്ട്. പാറ്റേൺസ് നോക്കിയിട്ട് ഏതാണോ ശരി ഏതാണോ തെറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്തണം. ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ തെറ്റാണെങ്കിൽ നമ്മൾ തെറ്റിൻ്റെ ഇൻറ്റു മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു പാറ്റേൺ നോക്കൂ, 25 30 35. അപ്പോൾ ഈ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? 25ഉം 30ഉം ആദ്യത്തെ ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് മനസ്സിലായി അത് തന്നെയാണോ ബാക്കി എല്ലാത്തിലും 5 തന്നെയാണോ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കൗണ്ടിങ് ബൈ 5s നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടാവണം. കൗണ്ടിങ് ബൈ 10ഉം മക്കൾക്കിപ്പോൾ 2ാം ക്ലാസ്സിലെത്തിയ മക്കൾ അവർക്ക് ഏകദേശം അത് മനസ്സിലായിട്ടുണ്ടാവും. കൗണ്ടിങ് ബൈ 5ഉം കൗണ്ടിങ് ബൈ 10ഉം. അപ്പോൾ ഈ 5 വെച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് 25 30 കഴിഞ്ഞാൽ 35 ആണ്, പിന്നെ 40 ആണ്, പിന്നെ 45 ആണല്ലേ വരേണ്ടത്. പക്ഷേ ഇവിടെ കൊടുത്തതാണ് 50 ആണ്. നെക്സ്റ്റ് 55 ശരിയാണല്ലേ. 55 ശരിയാണോ? 40 വന്നാൽ എന്താ വരേണ്ടത്? 45 ആണ്. 45 കഴിഞ്ഞിട്ടാണ് എന്ത് വരേണ്ടത്? 50 വരേണ്ടത്. അപ്പോൾ അത് ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് 12 20 ആണ്. 12ന്ന് 20യിലേക്ക് ഡിഫറൻസ് എന്തായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ 8 വെച്ചിട്ടാണോ കൂടുന്നത് നോക്കാം. 20ന്ന് 8 കൂട്ടിയാൽ 28. 28 + 8 എന്താണ്? 36. 36 + 8 എന്താണ്? 44. അപ്പോൾ അത് ശരിയാണല്ലേ. ശരി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് 9 19 29 39 49 59. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എല്ലാം എന്താണ്? എല്ലാത്തിൻ്റെ കൂടെ 10 ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. 9 + 10 എന്താണ്? 19. 19 + 10 എന്താണ്? 29. 29 + 10 എന്താണ്? 39. അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ 10 ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. നെക്സ്റ്റ് നോക്കാം, 32ഉം 44ഉം ആണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ 32ഉം 44 എന്ന് പറയുമ്പോൾ എന്താണ്? 32ന്ന് 44 വരെ നിങ്ങൾ എന്ത് ചെയ്യുക? എണ്ണി നോക്കണം. എങ്ങനെ എണ്ണി നോക്കണം? 32 കഴിഞ്ഞിട്ട് എണ്ണി നോക്കുക. നിങ്ങൾ കയ്യിലുള്ള 10 വിരലുകൾ എടുത്തിട്ട് 32 കഴിഞ്ഞിട്ട് എണ്ണി നോക്കാം. 33 തൊട്ടിട്ട് 33 34 35 ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ 12 ആണ് കിട്ടുക. അപ്പോൾ 12 ആണ് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാത്തിലും 12 ആണോ ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം 44 കഴിഞ്ഞ് 56 അവിടുന്ന് അതിന് കുറച്ച് തെറ്റ് സംഭവിക്കുന്നുണ്ട് അല്ലേ. 68 ആയിരുന്നു വേണ്ടത്, അവിടെ 60 ആണ് വന്നത്. അതേപോലെ ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണ് നോക്കാം, 57 62 67 72. ഇവിടെയൊക്കെ നമുക്ക് നിങ്ങൾ കാണുന്ന ഡിഫറൻസ് എന്താണ്? 5 ആണല്ലേ. 57ഉം 62ഉം തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത്? 5 ആണ്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാത്തിനും 5 തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. അടുത്ത് നോക്കാം, മാർക്ക് ദ കറക്റ്റ് കാൽക്കുലേഷൻസ് വിത്ത് ടിക്ക് മാർക്ക് ആൻഡ് റോങ് കാൽക്കുലേഷൻസ് വിത്ത്. തെറ്റായതും ശരിയായതും ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ കാൽക്കുലേഷൻസും ശരിയാണോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യും മാത്രമല്ല കണ്ടത്, കാൽക്കുലേഷൻസും കൂടി നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ കാൽക്കുലേഷൻസ്. അതേപോലെ തന്നെ നോക്കുക, 48 + 32 ആണെങ്കിൽ 40 + 30 + 10 ആണോ? ഇവിടെ 48 നിങ്ങൾ കണ്ടോ അല്ലേ. അപ്പോൾ അവിടെ എന്ത് വന്നു?
അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 48 + 32 ആണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം, ഒന്നെങ്കിൽ 40 + 30 + 10 കൊടുത്തിട്ടുണ്ട് അല്ലേ. 10 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, 8ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 10 ആയി. അപ്പോൾ 80 കറക്റ്റ് ആൻസർ ആണ് അല്ലേ. രണ്ടാമത്തെ നോക്കാം 57 + 68. ഇവിടെ നിങ്ങൾക്ക് കാണാം 50 + 50 എന്നാണല്ലേ എഴുതിയത്. അങ്ങനെയാണോ എഴുതേണ്ടത്? 57-ലെ 50യും 68-ലെ 60 ആണല്ലേ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ തെറ്റ് വന്നിട്ടുണ്ട്. ആ 50 എന്നുള്ളിടത്ത് നമ്മൾ എന്താക്കണം, 60 എന്ന് മാറ്റി കൊടുക്കണം. +7 + 8 ശരിയാണോ? ഉത്തരം 125 ആണ്. പക്ഷേ കാൽക്കുലേഷൻസ് തെറ്റിപ്പോയി. അപ്പോൾ താഴെ നിങ്ങളൊരു കോളം കാണുന്നില്ലേ, ഹൗ ഐ കറക്റ്റഡ് ദ റോങ് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് ആ കാൽക്കുലേഷൻ ചെയ്ത് കാണിക്കുക. എന്താണോ തെറ്റിപ്പോയതെന്നും കാണിക്കുക. നെക്സ്റ്റ് എന്താണ്, 36 + 64 ആണ്. അപ്പോൾ അവിടെ കൊടുത്തത് എന്താണ്, 60 എന്നാണെന്ന് തോന്നില്ലേ കൊടുത്തത്. അപ്പോൾ നമ്മൾ അവിടെ എന്താക്കണം, 30 ആണ് കൊടുക്കേണ്ടത്. 30 + 60 + 6 + 4. അപ്പോൾ എന്താകും ആൻസർ? 1116 ആണോ ആൻസർ? അല്ല, 100 ആണല്ലേ. അപ്പോൾ താഴെ കാൽക്കുലേഷൻസ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് തെറ്റാണെന്നെങ്കിൽ തെറ്റ് കാണിച്ചു കൊടുക്കുക അവിടെ. നെക്സ്റ്റ് എന്താണ്, 19 + 79 ആണല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതാം നമുക്ക്? ഇവിടുത്തെ കാൽക്കുലേഷൻസിൽ ശരിയാണ്, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. കാരണം എന്താണ്, 19 എങ്ങനെ 20 ആയി എന്ന് മക്കൾ ചിന്തിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. 79 അല്ലേ ഉള്ളത്. 79-ലെ 9 നിന്ന് ഒരു 1s എടുത്തു. ഒരു 1 എടുത്തിട്ട് 19 എന്താക്കി, 20 ആക്കി. 20 + നമ്മൾ 79-ലെ ഒരു 1 എടുത്തു. അപ്പോൾ അവിടെ 78 ആവും അല്ലേ. അപ്പം 20 + 7 70 + 8 78 എന്താവും, 70 + 8. ആൻസർ എന്താണ്, 98 ആണല്ലേ. അപ്പോൾ അത് ശരിയായിട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പറയുന്നത് ഫൈൻഡ് ദ ആൻസേഴ്സ് ആൻഡ് കളർ അക്കോർഡിംഗ് ടു ദ ആൻസേഴ്സ്. ഇതും സെയിം പോലെ തന്നെയാണ്. എല്ലാം ആഡ് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. ആൻസർ കണ്ടുപിടിക്കാനുള്ള സ്ഥലവും അവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്ന ആൻസേഴ്സ് വെച്ചിട്ട് അവിടെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 39 ആണെങ്കിൽ യെല്ലോ കൊടുക്കണം. 38ഉം 49ഉം ആണെങ്കിൽ റെഡ് കൊടുക്കാം. 79ഉം 75ഉം ആണെങ്കിൽ ഗ്രീന് കൊടുക്കാം. അപ്പോൾ ആദ്യം എന്ത് വേണം, ഏതിനൊക്കെ എന്തൊക്കെ ആൻസേഴ്സാണ് കിട്ടുക എന്ന് മക്കൾ മനസ്സിലാക്കി ചെയ്ത് നോക്കണം. അപ്പം ഞാനിവിടെ മാത്സ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് മനസ്സിലാവുകയില്ല. മാത്സ് ചെയ്ത് തന്നെ നോക്കണം. ഇത് ആൻസർ എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതിയ ആൻസറും കണ്ടുപിടിച്ച ആൻസർ എങ്ങനെയാണ് ചെയ്യുക, മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാനാണ് ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഫസ്റ്റത്തെ ആൻസർ 38, 79, 39, 75, 49. ഈ നമ്പേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് നിങ്ങളൊരു കോളംസ് കാണുന്നില്ലേ, 5 കോളം. അവിടെ എന്താ എഴുതിയത്, റൈറ്റ് ദ നമ്പേഴ്സ് ആൻസേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പോൾ ഏറ്റവും സ്മോൾ ഏതാണ്, 38 ആണ്. അത് കഴിഞ്ഞാൽ 39, പിന്നെ വരുന്ന അടുത്ത ഏതാണ്, 49, നെക്സ്റ്റ് എന്താണ് 75, ലാസ്റ്റ് 79. ഇതേപോലത്തെ ഓർഡർ എല്ലാ എക്സാമിനും ഉണ്ടാവും. ഒന്നെങ്കിൽ നേരിട്ടത് ചോദിക്കില്ല, നമ്മളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന ആൻസേഴ്സിനെ നമ്മൾ ഓർഡർ ആക്കി എഴുതാണ്ടാവും. ചിലപ്പോൾ അത് ലാർജസ്റ്റ് സ്മോളസ്റ്റ് ആവാം, ചിലപ്പം സ്മോൾ ടു ലാർജ് ആവാം. എങ്ങനെ ആയാലും ഇപ്പോൾ ലാർജ് ടു സ്മോൾ ആണെങ്കിൽ ഏത് എഴുതണം, ആദ്യം ഏതാണ് എഴുതുക, 79 എഴുതും, പിന്നെ 75 എഴുതും, പിന്നെ 49 എഴുതും, പിന്നെ 39 എഴുതണം, പിന്നെ 38 എഴുതണം. അപ്പോൾ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ചെയ്ത് പഠിച്ചു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർ തന്നിട്ടുണ്ട്. കളർ ദ സ്റ്റാർ സെയിം കളർ ഫോർ ഈക്വൽ സംസ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. ആൻസർ എത്രയാണെന്ന് നിങ്ങൾ സമ്മ് കണ്ടുപിടിക്കുക. 49 + 49 എങ്ങനെയാണ് ചെയ്ത് നോക്കുക, 42 + 44. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് എഴുതേണ്ട രീതിയും കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. നേരിട്ട് എഴുതുമ്പോൾ മക്കൾക്ക് മനസ്സിലാവില്ല. ഉദ്ദേശം എന്താ വെച്ചാൽ 49 + 49 നിങ്ങൾ ആദ്യത്തേത് കണ്ടില്ലേ. അപ്പോൾ അതിൽ 40 + 9 + 40 + 9 അങ്ങനെയാണല്ലേ. എന്നിട്ട് ഈ 40 എന്താവും, 80 ആവും. അപ്പോൾ 80 + 9 + 9 അങ്ങനെ ആവും. പിന്നെ 80 + 9 എന്താവും, 89 ആവും. 89 + 9 98. അങ്ങനെ എല്ലാത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഒരേപോലത്തെ ആൻസർ വരുന്നത് നിങ്ങൾ കാണും. ഇതിൽ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ 98 രണ്ടെണ്ണത്തിലെങ്ങാനും 98 വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് സ്റ്റാറിനും ഒരേ കളർ കൊടുക്കാം. 64 അതേപോലെ തന്നെ നിങ്ങൾ കാണാം, 2 64 ഉണ്ട്. പിന്നെ എന്താണ്, 2 70 ഉണ്ട്. അതേപോലെ 2 86 ഉണ്ട്. അപ്പം കളേഴ്സ് ഇഷ്ടപ്പെട്ട 3-4 കളേഴ്സ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ ആക്കാം, സെയിം വരുന്ന സെയിം ആൻസർ സെയിം സമ്മ് വരുന്ന സ്റ്റാർസിനൊക്കെ ഒരേപോലത്തെ കളർ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും അല്ലേ. ആൻസർ കണ്ടുപിടിക്കുക വേണേ. ഇവിടെ ടെക്സ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല. മാത്സ് നോട്ട് ഉണ്ടല്ലോ, അതിൽ ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് മനസ്സിലാക്കി കളർ ചെയ്യാൻ.
നെക്സ്റ്റ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 സെറ്റ് അല്ല 4 സെറ്റായിട്ട് കാണാം. അതിൽ ഏറ്റവും വലിയ നമ്പർ എടുത്തിട്ട് ആ നമ്പറിനെ ഡബിൾ ചെയ്യണം. അപ്പോൾ ആദ്യത്തേൽ തന്നെ ഏതാണ് ഏറ്റവും വലിയ നമ്പർ? 51, 38, 77, 40, 65, 82. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 82 ആണല്ലേ. അപ്പോൾ 82നെ ഡബിൾ ചെയ്തിട്ട് ആൻസർ എഴുതി കൊടുക്കുക. അതേപോലെ എല്ലാം നോക്കുക. അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ നമ്പറിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഡബിൾ ചെയ്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. ആ സമ്മാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ടെക്സ്റ്റിൽ ചെയ്യാനുള്ള സ്ഥലമില്ല, നോട്ടിൽ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം ലാസ്റ്റത്തെ വർക്ക്ഷീറ്റാണ്. ആഡ് 5 ടു ദ നമ്പേഴ്സ് ഇൻ ദ സർക്കിൾ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സസ്. അപ്പോൾ സർക്കിളിൽ കൊടുത്ത നമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ 5 കൊടുക്കണം. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് എങ്ങനെ കിട്ടും അല്ലേ? നിങ്ങൾ നോക്കാം. അത് 5 ആഡ് ചെയ്താൽ 85 ആണെങ്കിൽ 90 ആവും, 35 40 ആവും, 65 70 ആവും, 45 50 ആവും, 55 60 ആവും, 75 എന്താവും 80 ആവും, 5 എന്താവും 10 ആവും, 15 എന്താവും 20 ആവും, 95 എന്താവും 100 ആവും. അങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടത് അല്ലേ? എല്ലാത്തിൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് എഴുതി കൊടുക്കാം. വാട്ട് ഇസ് സ്പെഷ്യൽ അബൌട്ട് ദ നമ്പേഴ്സ് യു ഗോട്ട് ആൻഡ് റൈറ്റ് ഇറ്റ്. എന്താണ് ഈ കിട്ടിയ നമ്പേഴ്സൊക്കെ തമ്മിൽ എന്താണ് സ്പെഷ്യാലിറ്റി ഉള്ളത്? ആ നമ്പേഴ്സൊക്കെ നമുക്ക് കിട്ടിയ നമ്പേഴ്സൊക്കെ നമ്മൾ എടുത്ത് എഴുതി വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അതെല്ലാം ഒരു ഓർഡറിലായിരിക്കുമല്ലോ ഉണ്ടാവുക. എല്ലാ നമ്പറിനും എന്ത് പ്രത്യേകത ഉള്ളത്? എല്ലാം ടെൻസ് ആണ് അല്ലേ? എല്ലാം ടെൻസ് ആണ്. അപ്പോൾ ഓൾ നമ്പേഴ്സ് ആർ ആഡഡ് ബൈ 10. എല്ലാ നമ്പേഴ്സും 10 ആഡ് ചെയ്ത് കിട്ടുന്നതാണ് അല്ലേ? 10നോട് 10 ആഡ് ചെയ്തതാണ് 20, 20നോട് 10 ആഡ് ചെയ്തതാണ് 30. അങ്ങനെ 100 വരെ എല്ലാം എന്താണ്? ടെൻസ് ആണ്. ഓൾ നമ്പേഴ്സ് ആർ ടെൻസ് ആണ്. ഓൾ നമ്പേഴ്സ് ആർ ആഡഡ് ബൈ ടെൻസ്. അതാണ് എഴുതി കൊടുക്കേണ്ടത്. എന്താണ് മക്കൾക്ക് മനസ്സിലായത്? അവരത് ആദ്യം പറയട്ടെ, നമുക്കത് വേർഡ്സാക്കി എഴുതി കൊടുക്കാം അല്ലേ? ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. കീപ്പ് വാച്ചിങ്. താങ്ക് യു.